ശ്രീ സാർ നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഒരു വലിയ കണ്ടുപിടുത്തവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഈ പറയുന്നത് പോലെ എന്താണ് സോഷ്യലിസം കൊണ്ടുവരും, സമത്വം കൊണ്ടുവരും, ഒരു ആശയപൂർണമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള എന്താണ് സമത്വമൊക്കെ വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ ട്രോളുകൾ വന്ന സമയത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞത് ഈ AI എന്ന് പറയുന്നത് കുത്തക ബൂർഷ്വാ സംരംഭമാണ് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എന്താണ് ഗോവിന്ദൻ മാഷ്ക്കൊക്കെ പറ്റുന്നത്? കാരണം എല്ലാം അണികൾ വിശ്വസിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും വിഡ്ഢികളാക്കാം എന്നാണോ? നമസ്കാരം പാർത്ഥൻ. ഈ വിഷയത്തിൽ ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രിപ്പയർഡായിട്ട് പറഞ്ഞതല്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. അതായത് AI-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ MV ഗോവിന്ദൻ്റെ നാച്ചുറൽ ഇൻ്റലിജൻസ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇൻ്റലിജൻസ് കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായേ മതിയാകൂ. അപ്പോൾ ഒരു പക്ഷേ തൻ്റെ ഈ സാങ്കേതികതയുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരു പക്ഷേ ശ്രീ MV ഗോവിന്ദന് AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടുന്നത് നന്നായിരിക്കും. കാരണം അദ്ദേഹം ഈ 2 ദിവസങ്ങളിലായി പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് പോലെ അങ്ങേയറ്റം വൈരുദ്ധ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഒരു വഴിയിൽ കൂടി സോഷ്യലിസം, മറ്റൊരു വഴിയിൽ കൂടി ക്യാപിറ്റലിസത്തിനോടുള്ള എതിർപ്പ്, ധനാഠ്യരുടെ അടുത്തേക്ക് സമ്പത്ത് വീണ്ടും കുമിഞ്ഞുകൂടും, സാമൂഹ്യ സ്ഥിരത, കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യം പറഞ്ഞ പ്രസ്താവന എന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറേയധികം കുത്തക മുതലാളിമാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. AI വരുന്നതോടുകൂടി ഈ സാധാരണക്കാരായിട്ടുള്ള ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ 60% ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ ഈ 60% ആൾക്കാർക്ക് പിന്നെ തൊഴിലില്ല, അവരുടെ വരുമാന ശേഷി കുറഞ്ഞു, വാങ്ങൽ ശേഷി കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മുതലാളിമാർ ഉണ്ടാക്കി വെക്കുന്ന ഉപകരണങ്ങൾ, മാർക്കറ്റിലേക്ക് എത്തുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് ഉള്ള ശേഷി ഈ 60% പേർക്കില്ല. അപ്പോൾ ഇത് വിറ്റഴിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ടുന്ന രീതിയിൽ മുടക്കിയ പണത്തിന് ആനുപാതികമായിട്ടുള്ള വരവ് മുതലാളിമാർക്കുമില്ല. മുതലാളിമാരുടെ വരുമാനം കുറയും, സാധാരണക്കാരൻ്റെ വരുമാനം ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥിതി സമത്വം ഉണ്ടാകും എന്നാണ്. ആ സ്ഥിതി സമത്വത്തിനാണ് സോഷ്യലിസം എന്ന് അദ്ദേഹം പറഞ്ഞത്. 150 200 വർഷമൊക്കെ കഴിയുമ്പോൾ AI-യുടെ കാരണത്താൽ അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സമരം, ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നോക്കണം, മുതലാളിയുടെ പണം കുറഞ്ഞു, സാധാരണക്കാരൻ്റെയും പണം കുറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലോ ഓഫ് AI വന്നപ്പോഴത്തേക്കും അതിൽ ഈ പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കുറയുകയല്ല, കൂടുകയാണ്. അദ്ദേഹം തിരുത്തലിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? AI വരുന്നതോടുകൂടി ഈ ധനാഠ്യരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കൂടുതൽ പണം വരും. അപ്പോൾ അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടും. പാവപ്പെട്ടവന് 60% ജോലി നഷ്ടപ്പെട്ടവൻ അവിടെ നിൽക്കുകയാണ്. ഈ വാങ്ങൽ ശേഷി കുറഞ്ഞ ആൾക്കാർ പിന്നെ എങ്ങനെയാണ് ഈ വാങ്ങി ഈ മുതലാളിമാർക്ക് വീണ്ടും പണം എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. എന്തായാലും അദ്ദേഹം ഇത്തവണ പറയുന്നത് ധനാഠ്യർക്ക് വീണ്ടും പണം കിട്ടുകയും പാവപ്പെട്ടവൻ്റെ നില വളരെ പരിതാപകരമായിട്ട് തുടരുകയും ചെയ്യുന്ന സമയത്ത് ഇത് മുതലാളിത്തത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. ഒന്നാമത്തെ പ്രശ്നം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ 2 ഡയറക്ഷനിൽ പോകുന്ന കാര്യങ്ങളാണ്. തമ്മിൽ യാതൊരു വിധത്തിലുള്ള നിലപാടുമില്ല. 2, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയിക്കോട്ടെ, കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, AI എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ എന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്ത് തന്നെയുള്ള ശ്രീ MV ഗോവിന്ദൻ്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇവിടെ AI-യുമായി ബന്ധപ്പെട്ട ഒത്തിരി ഡെവലപ്മെൻ്റ് ഉണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും AI-യെക്കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടത്തിയിരിക്കുന്നത് കേരളത്തിലാണ്, കൊച്ചിയിൽ വെച്ച് നടന്നത്. അപ്പോൾ നമ്മളൊരു എയർലി അഡോപ്റ്റർ എന്ന രീതിയിലത്തേക്കാണ് പറയുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അല്ലെങ്കിൽ KDISC-ൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി അടക്കം വ്യവസായ മന്ത്രി അടക്കമുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ AI നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് അതിനർത്ഥം. നമ്മുടെ ഒരു കേരളത്തിലൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു AI ചിപ്പ് കൈരളി എന്ന പേരിൽ ആദ്യമായിട്ട് പുറത്തിറക്കിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ നടക്കുകയും 7ാം ക്ലാസ്സിലോ മറ്റോ ഉള്ള പാഠപുസ്തകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ പോലും ചേർക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഗോവിന്ദൻ മാഷിനോട് ചോദിക്കണം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം AI ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കൂടുതൽ മുതലാളിമാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ചൈനയിലും ഉണ്ടല്ലോ AI. ഇപ്പോൾ DeepSeek ഒക്കെ വരുന്നുണ്ട് ചൈനയിൽ. ഇപ്പോൾ ചൈനയിൽ ഈ AI വരുന്ന സമയത്ത് അവിടെ ഇതേപോലെ പണം ജനറേറ്റ് ചെയ്യും, പക്ഷേ അത് രാജ്യത്തിൻ്റെ സ്വത്തായിട്ടാണ് അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ചൈനയിൽ അങ്ങനെ ആവുകയും മറ്റുള്ള രാജ്യങ്ങളിൽ അത് അല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൻ്റെ സ്വത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രാജ്യത്തിൻ്റെ സ്വത്താണല്ലോ. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് എന്താണ്? ഒരു വർഷം പോലും നിങ്ങൾ കാത്തിരിക്കേണ്ട, 10 മാസം കഴിഞ്ഞാൽ ഇന്ത്യയുടേത് തന്നെ ആയിട്ടുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ നമ്മൾ പുറത്ത് വെക്കും, ഒരു ഫൗണ്ടേഷണൽ മോഡൽ നമ്മൾ പുറത്ത് കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചൈന ഡീപ് സീക്ക് കൊണ്ടുവന്നതുപോലെ ഇന്ത്യയുടെ ഒരു മോഡൽ വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3 സെൻറ്റർ ഓഫ് എക്സലൻസുകൾ എഐക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്തവണ കൊണ്ടുവരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാരുടെ സ്വത്താണ്? ഈ സ്വത്തെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ ചൈനയ്ക്ക് മാത്രം രാജ്യത്തിൻ്റെ സ്വത്ത് നമുക്ക് അങ്ങനെയല്ല എന്നും വരില്ല. ഇനി അതല്ല എങ്കിൽ അമേരിക്കയുടേതോ ഇന്ത്യയുടേതോ ഒക്കെ തന്നെ നമ്മൾ എല്ലാ അംബാനി അദാനി മുതലാളിമാരാണല്ലോ, അവരാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് കരുതിക്കൊള്ളുക. അങ്ങനെ പ്രൈവറ്റൈസേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുതലാളിത്തം കൂടുതൽ സമ്പുഷ്ടമാവുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിൽ കേരളത്തിൽ എന്താ ഇവർ നിയമനിർമ്മാണം കൊണ്ടുവരുമോ? പ്രൈവറ്റ് മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്? അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മുടെ നാട്ടിലും ഇവിടെ ടെക്നോ പാർക്കുണ്ട്, ഇൻഫോ പാർക്കുണ്ട്, നിരവധിയായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇവരൊക്കെ തന്നെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഇവർ പണം അത് വെച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അസമത്വം ഉണ്ടാക്കുന്നു, ഇവിടെ ധനാഠ്യരുടെ കയ്യിലേക്ക് പണം പോകുന്നു എന്നൊക്കെ ഗോവിന്ദ മാഷ് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു അബദ്ധമാണ്. അദ്ദേഹം പ്രസംഗം എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. അദ്ദേഹത്തിന് പകരം പറയാമായിരുന്നു, അതായത് AI എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ. ഇവർ കമ്പ്യൂട്ടറിനെ എതിർത്തിട്ട് കുഴി ചാടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കമ്പ്യൂട്ടറിനെ എതിർക്കുന്നത് ശരിയല്ല. തൊഴിൽ തിന്നുന്ന ബഗൻ എന്നാണല്ലോ ഇതിനെപ്പറ്റി അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, സന്ദേശം സിനിമയിൽ ബോബൻ പറയുന്നുണ്ട്, ഈ പ്രതിക്രിയാവാതകവും അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ലളിതമായി എന്തുകൊണ്ട് തോറ്റു എന്ന് പറയാമോ? അതുപോലെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ, ഈ കമ്പ്യൂട്ടറിന്റെ വിഷയത്തിൽ കാല് വഴുതി വീണിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം AI എന്ന് പറയുന്നത് കുറേയധികം ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നതിനെപ്പറ്റി എല്ലാവർക്കും ഏകദേശം ഏറെക്കുറെ ധാരണയുണ്ട് ഒക്കെ ആ കാര്യത്തിലുണ്ട്. എങ്കിലും അവിടെ ആശങ്ക വളർത്തുന്നതിനാണോ ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മളൊക്കെ ഏർലി അഡോപ്റ്റർ ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഗുണമുണ്ട് എന്ന് പറയുന്നതിനാണോ ശ്രമിക്കേണ്ടത്? ഇപ്പോൾ പല കണക്കുകളുണ്ട്. 85 മില്യൺ ജോലികളെ ഈ വർഷം തന്നെ AI ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ് വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നുണ്ട്. പക്ഷേ പുതുതായിട്ട് 97 മില്യൺ ജോലി അവസരങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ്ലി എത്ര? 12 മില്യൺ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്ന അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അപ്സ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ മേഖലയെ ഒന്ന് സംഘടിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതിനൊരു ഏർലി അഡോപ്റ്ററായിട്ട് നമ്മൾ മാറുന്നു, അതിന് സ്കില്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന പദ്ധതികൾ കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. 1. 2, ഞാനിപ്പോൾ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ കേരളം ഏർലി അഡോപ്റ്റർ ആകുന്നതിന് വേണ്ടി ഈ മേഖലയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഫ്യൂച്ചർ AI ഡ്രിവൺ ആയിരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വരുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഡെഫിനറ്റ്ലി അത് വരും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട ഔട്ട്ലുക്ക് തന്നെ ഈ രീതിയിലത്തേക്ക് മാറണം. കൂടുതലായിട്ടുള്ള അവസരങ്ങൾ അപ്പോൾ ഉണ്ടാകും. ആ രീതിയിലത്തേക്ക് പഠിക്കാൻ നിങ്ങളുടെ കുട്ടികളെ പ്രേരിപ്പിക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളും മനസ്സിലാക്കൂ, കുട്ടികളും മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അതൊരുപക്ഷെ ഈ മാറുന്ന കാലത്തിൻ്റെ ഒരു ഫോർ റണ്ണർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് റണ്ണറായിട്ട് നമ്മളിതിനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വന്നാൽ ആ തൊഴിൽ തിന്നുന്ന പകരം എന്നുള്ള ചീത്തപ്പേര് മാറ്റാമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സോഷ്യലിസവുമായിട്ടോ ക്യാപിറ്റലിസവുമായിട്ടോ ഡയറക്റ്റ് ബന്ധമില്ലാത്ത, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള, എല്ലാവരുടെയും ജോലികളെ ലളിതവൽക്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടെക്നോളജി വരുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഇപ്പം നമുക്ക് അതിൽ നിന്ന് മുഖം തിരിച്ചിട്ട് മാറി നിൽക്കാൻ കഴിയുമോ? ഗോവിന്ദ മാഷ് തന്നെ ഇവിടെ പറയുന്നുണ്ട്, പാർട്ടിയുടെ ഈ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക് ഡിസൈനും പരിപാടികളും ഒക്കെ ഉണ്ടല്ലോ, അതിനി വേണമെങ്കിൽ AI ചെയ്യും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ ഒരു ശരിയായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കൺവെൻഷനലായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം, AIയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പോൾ ഈലോൺ മസ്കിൻ്റെ ഒരു വിഖ്യാതമായ വാക്കുണ്ടല്ലോ, നിങ്ങളെ റീപ്ലേസ് ചെയ്യുക, നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ റീപ്ലേസ് ചെയ്യുക AI ആയിരിക്കില്ല, AI കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശത്രു AI അല്ല, AI കൃത്യമായി അറിയാവുന്ന മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്സ്കിൽ ചെയ്യണം. നമ്മൾ നമ്മുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ മേഖലയിൽ എന്താണ് AIയുടെ ആപ്ലിക്കേഷൻ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എമ്മാതിരി കയ്യടി ഗോവിന്ദ മാഷിന് കിട്ടുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അതിനെ പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം കുറേ വാരട്ട് തത്വവാദം കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ ഘടകവും മിക്സ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അമൂർത്തവും മൂർത്തവുമായ സാഹചര്യമാണെന്ന് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ പൊടിക്കൈകളും ചേർത്തുകൊണ്ട് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ആ വ്യാഖ്യാനം ഇടതുപക്ഷത്തുള്ള പല ആൾക്കാർക്കും എംബാരസ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് രണ്ടാമത്തെ തിയറിയുമായിട്ട് വന്നത്. ഞാൻ കരുതുന്നത് ഈ തിയറി എല്ലാം തന്നെ പണ്ട് ന്യൂട്ടൺ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ മൂന്നാം നിയമം ഉണ്ടല്ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ, അതിൽ പറഞ്ഞിട്ടില്ല ഈ എല്ലാ പ്രവർത്തനത്തിനും ഒരു
തുല്യവും ശക്തവുമായിട്ടുള്ള ഒരു വിപരീത ദിശയിലുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്നതെല്ലാം തിരിച്ച് പ്രതിപ്രവർത്തനമായിട്ട് വരിക, ബാക്ക് ഫെയർ ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് CPM ആഭിമുഖ്യമുള്ള ഇടതാഭിമുഖ്യമുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള നിരവധി ആൾക്കാർ സാങ്കേതിക രംഗത്തുണ്ട്. അവരോട് ചോദിക്കുക, എന്താണ് AI, നിങ്ങളതിനെപ്പറ്റി അഭിപ്രായം പറയൂ, അല്ലെങ്കിൽ എനിക്ക് AI-യെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്ക് എഴുതി തരൂ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായേനെ. അതല്ലാതെ കുറേയധികം ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് AI കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു വയ്ക്കാതെ അവിടെ അവസരങ്ങളും ഉണ്ടാകും, ആ അവസരങ്ങൾ ഇന്നതാണ്, അത് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ പോയി നിന്നേനെ, അല്ലേ? നമ്മൾ എത്രത്തോളം അദ്ദേഹത്തെ അഡ്മയർ ചെയ്തേനെ. ആ ഗോവിന്ദ മാഷ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ വേറൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ സമയത്ത് ചർച്ചകളിൽ ഇരിക്കും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൻ്റെ പേരിലുള്ള ചർച്ചയ്ക്കായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചു. ആ അവസ്ഥയും ഒക്കെ ഉണ്ടായി. എന്തായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ വരട്ട് തത്വശാസ്ത്രമൊക്കെ മാറ്റിവെച്ച് സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ ഇതിലും നല്ല കയ്യടി കിട്ടുമായിരുന്നു എന്നങ്ങ് പറയുന്നതോട് ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്. ഈ സമയത്ത് ഓർമ്മ വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനോട് ചോദിച്ചു, ടോൾ CPM എതിരല്ലേ, ടോളിനെതിരല്ലേ CPM എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ നയം മാറ്റിയതൊന്നുമല്ല, കാലത്തിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തരത്തിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. നന്ദി പാർത്ഥൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.